ഞാൻ വോയിസ് ആർട്ടിസ്റ്റാണ്. അമ്മയുടെ ശബ്ദം എൻ്റെയാണ്. പിന്നെ ഞാൻ പലതവണ കണ്ടതാണ് ഡബ് ചെയ്യുമ്പോൾ. എന്നാലും ഇന്നത് കണ്ണു നനയിച്ചു നന്നായിട്ട്. ജയരാജേട്ടൻ്റെ അഭിനയവും അമ്മയുടെ അഭിനയവും വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ആ ശബ്ദം കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. നല്ല നന്മയുള്ള സിനിമയാണ്, മനുഷ്യത്വമുള്ള സിനിമ. നല്ലൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയില്ല. എന്തായാലും മക്കൾ പേരൻസിനെ നോക്കാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ നല്ല ഈ കാലത്ത് അങ്ങനെ കുറേ കേസുണ്ട്. മനുഷ്യത്വവും നന്മയുള്ള ആവശ്യമുണ്ട്. നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. എന്നെ അഭിനയിച്ചത് എല്ലാവരും റോബിയാണ്, എല്ലാവരും എന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫിലിം, ഒരുപാട് നാല് ശേഷമാണ് മലയാളത്തിൻ്റെ സിനിമ. നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. മലയാള സിനിമയിലൊരു പുതിയൊരു നായകൻ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജയരാജ് കോഴിക്കോട് ചേട്ടൻ മികച്ചേട്ടനെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ സിനിമയാണ്. ഒരു പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെടുന്നു, തുടർന്ന് പ്രായമായിട്ടും കല്യാണം കഴിക്കുന്ന അവസാനം മരണത്തിൽ അവർക്ക് ഒന്നിക്കുന്ന ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ്. പിന്നെ അഭിജിത്ത് അശോകൻ്റെ മികച്ച ഡയറക്ഷനും ഈ സിനിമയ്ക്ക് വർക്കൗട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ കാണേണ്ട സിനിമയാണ് ജനനം. 1947 പറയാൻ തുടങ്ങി. നായിക ലീല സാംസൺ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പ്രായമായപ്പോഴാണ് സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അതൊരു നല്ല തുടക്കത്തിന് ഇങ്ങോട്ടേന്ന് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടപ്പെട്ടു ഇമോഷണലായിട്ട് ഫീൽ വന്നത്. ഓക്കെ, എല്ലായിടത്തും പറയണ സിനിമ ഒന്ന് കാണാൻ. എല്ലാവരും സിനിമ ഒന്ന് കാണണം, കണ്ടിരിക്കുക. നല്ലൊരു ക്യാരക്ടർ എനിക്ക് അഭിജിത്ത് തന്നു. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വീട് പോലെ കുടുംബം പോലെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നല്ല സപ്പോർട്ടായിരുന്നു മൊത്തത്തിലെല്ലാവരും. ഞാൻ കണ്ടപ്പോഴെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനി എല്ലാവരും കൂടി. കിട്ടുമായിരിക്കും അല്ലേ? അത് സെക്കൻഡ് പാർട്ടിലൊരു പെണ്ണ്. താങ്ക് യു. അസിസ്റ്റന്റ് മാം വരും. I can't say. நீங்க தான் சொல்லணும். Did you like it? Yes. You enjoyed it? Nice performance. Let's see. നല്ല സിനിമ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവരോടും കാണാൻ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മളെപ്പോഴും ആണ് അത് തന്നെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഈ സിനിമ കണ്ടിരിക്കേണ്ടത്. നമ്മളുടെ അച്ഛനമ്മമാരുടെ ഒക്കെ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ലീലാക്ക ഇസ് ഓൾവേസ് എന്താ പറയുക, ഞങ്ങളൊക്കെ വളരെ ഫേവറേറ്റാണ് രണ്ടുപേരും. ജയരാജേട്ടനും മത്സരം വരുന്നല്ലേ ഇവർ രണ്ടുപേരും. പിന്നെ തീർച്ചയായിട്ടും ആ ലാസ്റ്റത്തെ സീൻ വേണം. ഞാൻ അഭിനയം എടുത്ത് പറഞ്ഞു ലാസ്റ്റത്തെ സീൻ വേണ്ടായിരുന്നു, കാരണം എത്ര പിടിച്ചെടുത്തിട്ടും കരയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കാണുക സിനിമ. ചെയ്ത് വെച്ചെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എന്തായാലും ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. താങ്ക് യു. ഞാൻ റിവ്യൂറും അടുത്ത് ചോദിച്ചോ പറയാം. പടം കണ്ടു. പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. നോബിച്ചേട്ടൻ പെണ്ണാണാൻ വരുന്ന ഞാനാണ് ചെയ്തത്. ഒരു 3 years ബാക്ക് ചെയ്ത പടമാണ്. ഇപ്പം കാണുമ്പോൾ എനിക്ക് എന്നെ കണ്ടൊരു ചിരി വരുന്നുണ്ട്. പടം ഓവറോൾ നല്ല അടിപൊളി പടം. ഒരുപാട് അവാർഡ്സ് ഇട്ടുള്ള പടമാണ്. പക്ഷെ അവാർഡ് പടമായിട്ട് കാണണ്ട. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കാനുണ്ട്, സെക്കൻഡ് ഹാഫ് കരയാനും ഉണ്ട്. ഓവറോൾ നമുക്ക് ടച്ച് ചെയ്യും പടം. എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണും, മസ്റ്റ് വാച്ച് പടമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? നല്ല ഫീൽ ചെയ്തു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടം, സോൾഫുള്ളാണ്. നല്ല ഫിലിമാണ്. ഫാമിലി ഓഡിയൻസിന് നന്നായിട്ട് കണക്റ്റ് ആവും. ഇങ്ങനത്തെ സിനിമകളൊക്കെയാണ് വിജയിക്കേണ്ടത്. നല്ല പടം കണ്ടിരിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇറ്റ്സ് നൈസ്. ആ അമ്മയും ആ ചേട്ടനും ആ അമ്മയും നന്നായി ചെയ്തു. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല പടം.
പടം സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒത്തിരി ചിരിക്കാനുണ്ട്, പിന്നെ ഇടയ്ക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ ഓവറോൾ സൂപ്പർ മൂവിയാണ്.